പോയാലോ? മായാവി ഡാഗനിയുടെ അടിമയായിരുന്നു. വഴിതെറ്റി കാട്ടിലെത്തിയ 2 കുട്ടികൾ മായാവിയെ രക്ഷിക്കുകയും കൂട്ടുകാരനാക്കുകയും ചെയ്യുന്നിടത്താണ് ഈ കഥ തുടങ്ങുന്നത്. ഇന്നലെ ആ കഴിച്ച മാമ്പഴമില്ലേ, ആ ഓ നല്ല രുചിയായിരുന്നു. ആ ശരിയാ, നല്ല രുചിയായിരുന്നു. എന്നാലേ നമുക്കിന്നും പോയി ഒന്ന് നോക്കിയാലോ? എന്നാ വാ, നമുക്ക് പോയി നോക്കാം. എന്താ ശബ്ദം? അയ്യോ, കാട്ടുപോത്ത്! ഓടിക്കോ, രക്ഷപ്പെട്ടോ! അയ്യോ, അതിങ്ങോട്ട് വരുന്നു. അയ്യോ, ഓടിക്കോ, രക്ഷപ്പെട്ടോ! അയ്യോ, രക്ഷപ്പെട്ടു. ആരാ അവിടെ? ആരാ സംസാരിക്കുന്ന? അവിടെ ആരെങ്കിലും ഉണ്ടോ? എന്നെ ഒന്ന് പുറത്തു വിടുവോ? ഈ കുപ്പിക്കകത്ത് എന്താ? നമസ്കാരം, ഞാനാ മായാവി, ഒരു കുട്ടിച്ചാത്താൻ. ഈ കുപ്പി ഒന്ന് തുറക്കുവോ? ഡാഗിനി എന്ന ദുർമന്ത്രവാദിനിയാ എന്നെ ഇതിൽ അടച്ചത്. ദുഷ്ടകൃത്യം ചെയ്യാൻ മാത്രം ഡാഗിനി എന്നെ പുറത്തിറക്കും. അത് കഴിഞ്ഞാൽ പിന്നെയും കുപ്പിക്കകത്ത് തന്നെ. അയ്യോ, അതാ ഡാഗിനി വരുന്നു. വേഗം കുപ്പി തുറക്കൂ, എന്നെ രക്ഷിക്കൂ. അയ്യോ, ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ വേണ്ട രാജു, തുറക്കണ്ട. വേണ്ടെന്നല്ലേ പറഞ്ഞേ, തുറക്കണ്ട. അധിക പ്രസംഗികള് എൻ്റെ അടിമയെ തുറന്നു വിട്ടു അല്ലേ? നിങ്ങളെ ഞാൻ ഇപ്പോൾ തവളകളാക്കി മാറ്റും. ഹോം ഹ്രീം, നിങ്ങൾ രണ്ടും യോ യോ. നിങ്ങൾ എന്നെ മോചിപ്പിച്ചു. ഞാൻ എന്താണ് പകരം ചെയ്യേണ്ടത്? എന്റെ സഹായം വേണ്ടി വരുമ്പോ ഓം ഹ്രീം കുട്ടിച്ചാത്ത എന്ന് പതുക്കെ വിളിച്ചാ മതി, ഞാൻ വരാം. ശരി മായാവി. ഇത് മായാവി, ഒരു നല്ല കുട്ടിച്ചാത്താൻ. അവൻ നാടിനെയും കാടിനെയും ദുർമന്ത്രവാദികളിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും രക്ഷപ്പെടുത്തി സംരക്ഷിക്കുന്നു. മാതാപിതാക്കളെ അനുസരിക്കാതെ തന്നിഷ്ടം കാണിച്ചു നടന്നിരുന്ന ഒരു സാധാരണ എലി മാത്രമായിരുന്നു ഡിങ്കൻ. അങ്ങനെയിരിക്കെ ഒരു ദിവസം അന്യഗ്രഹത്തിൽ നിന്നെത്തിയ ജീവികൾ ഡിങ്കനെ പിടിച്ച് ചില പരീക്ഷണങ്ങൾക്ക് വിധേയനാക്കി. അതോടെ ഡിങ്കന് അസാധാരണ ശക്തിയും കഴിവുകളും ലഭിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ഡിങ്കൻ തൻ്റെ കഴിവും ശക്തിയും മൃഗങ്ങളുടെയും കാടിൻ്റെയും നന്മയ്ക്കായി ഉപയോഗിക്കുവാൻ തീരുമാനിച്ചു. ഓടിക്കോ, ഓടിക്കോ, ജീവൻ വേണേ ഓടിക്കോ, വേട്ടക്കാരിറങ്ങിയിട്ടുണ്ട്. ഓടിക്കോ, ഓടിക്കോ. ഇവ കൊടുങ്ങിയത് തന്നെ. ഒത്താലേ കുറച്ച് മാനിറച്ചിയും മൊയിലിറച്ചിയും കുശാലായി തട്ടാം. വേഗം വാടോ, വേഗം വാടോ, ഓടാൻ വയ്യ. വേട്ടക്കാരിറങ്ങി. കൂട്ടുകാരെല്ലാം പേടിച്ച് വരണ്ട് 4 പാടം ഓടുക. നമുക്ക് ഡിങ്കനെ വിളിച്ചാലോ? ഡിങ്ക 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 ഡിങ്ക. ശംഭു ഒരു ഭീരുവും അലസനുമായ ശിക്കാരിയാണ്. അദ്ദേഹത്തെ ധീരനായി ലോകം മുഴുവൻ കാണുന്നു. അവനെപ്പോഴും അപകടകാരികളായ മൃഗങ്ങളിൽ നിന്ന് ഓടിപ്പോകാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഭാഗ്യത്തിൻ്റെ ചില കടാക്ഷങ്ങൾ കാരണം അവനൊരു നായകനായി മാറുന്നു. ശിക്കാരി,
ശിക്കാരി 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 കടുവ. എന്റെ അമ്മച്ചി കടുവയോ? അയ്യോ, എവിടെ? ഓ, 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 ഓ. ആ, ആ. शिकारी शंभू की जय, शिकारी शंभू की जय, शिकारी शंभू की जय, शिकारी शंभू की जय. ഇവിടെ ബോബന്റെയും മോളിയുടെയും വികൃതികളാണ് പ്രമേയം. ഐസ്ക്രീം 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 ഐസ്ക്രീം. നമുക്കേ ഐസ്ക്രീം വാങ്ങിക്കാം. ആഹാ, അത് ശരി. ഇപ്പം മേടിക്കാവടാ. ഒറ്റ എണ്ണത്തിന് ഇങ്ങോട്ട് കേറ്റിപ്പോവരുത്, പറഞ്ഞേക്കാം. ഐസ്ക്രീം വാങ്ങിക്കാൻ എന്താ ഒരു വഴി? നമുക്ക് പപ്പയോട് ചോദിച്ചാലോ? നല്ല ചേലായി. പപ്പയാണെങ്കി ബസ് കൂലിക്ക് പോലും പൈസ ഇല്ലാതെ കോടതിയിൽ പോലും പോകാണ്ടിരിക്കുക. ഐസ്ക്രീം 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 ഐസ്ക്രീം. മോളി, മോളിയേ, ഡാ ബോബ, രണ്ടുപേരും ഇവിടെ വാ. ആഹാ, എന്താ അമ്മച്ചി? ഞാൻ മുട്ട വിറ്റ കാശ് കൊടുത്ത് നീയൊക്കെ ഐസ്ക്രീം മേടിക്കോ അല്ലേടി? രണ്ടിനാ ഇന്ന് ഞാൻ. ദേണ്ടേ, അമ്മച്ചീന്റെ വരട്ടൊന്നും എന്നോട് വേണ്ട കേട്ടോ. എന്നെ എങ്ങാനും തല്ലിയ ഞാൻ വനിതാ കമ്മീഷനെ കൊണ്ട് കേസ് കൊടുക്കും. കൊണ്ട് കൊടുക്കടി പരാതി. അയ്യോ, ഓടിവായോ, ഞങ്ങളെ തല്ലിക്കൊല്ലുന്നേ. അയ്യോ, ഓടിവായോ, ഞങ്ങളെ തല്ലിക്കൊല്ലുന്നേ. കൊണ്ട് കൊടുക്കടി പരാതി. ഇതൊരു വീടാണോ? ഇതിന് കാരാഗ്രഹം എന്നല്ലേ പറയേണ്ടത്? വാടി, നമുക്ക് പോയേക്കാം. എങ്ങോട്ടാടി? ഈ തടവറയിൽ നിന്നും ഞങ്ങൾ ഒരു മോചനമാണ് ആഗ്രഹിക്കുന്നത്. വഴക്കും ചൂരലും വെള്ളം കോരലും ഇല്ലാത്ത ഒരു ലോകത്തേക്ക് ഞങ്ങൾ യാത്രയാകുന്നു. അത് ഏത് ലോകമാടി? ചന്ദ്രനിലേക്കാണോ? ഞങ്ങൾ ആന്റിയുടെ വീട്ടിലേക്ക് പോകുന്നു. ഇനി ഒരു വർഷം കഴിഞ്ഞേ ഞങ്ങൾ വരൂ. വിട തരൂ അമ്മച്ചി. ബെല്ലടിച്ചിട്ട് ഒരു അനക്കവും ഇല്ലല്ലോ. വിശന്നിട്ടാണ് കണ്ണ് കാണാനും മേല. നമുക്ക് അപ്പുറത്തെ വീട്ടിലൊന്ന് ചോദിച്ചാലോ? നിങ്ങൾ മേരിക്കുട്ടിയുടെ മക്കളല്ലേ? അവരെ ക്രിസ്മസ് അവധിക്ക് എങ്ങാണ്ട് പോയിരിക്കുക. ഷോ, നേരം വൈകിയല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യാം, ഇന്നിവിടെ കിടന്നിട്ട് നാളെ രാവിലെ പോകാം. എന്താടി പെട്ടെന്നിഞ്ഞു പോന്നത്? ഒരു വർഷം കഴിഞ്ഞിട്ട് വരത്തുള്ളൂ എന്നായിരുന്നല്ലോ നീ പറഞ്ഞത്. അതിനെന്താ, ഒരു വർഷം കഴിഞ്ഞല്ലോ. ഇന്ന് ജനുവരി 1. അമ്മച്ചി ഇന്ന് പുതുവർഷമാണ്.